കൂവക്കുറുക്കും ഈ തിരുവാതിരയ്ക്ക് എല്ലാവരും കഴിക്കുന്ന ഒന്നാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്. 5 മിനിറ്റോടെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. ജസ്റ്റ് ശർക്കര ഒന്ന് കുറുക്കുക, അതിലേക്ക് കൂവപ്പൊടി ഇടാം. പിന്നെ ഒന്ന് കുറുകി വരുമ്പോൾ അതിലേക്ക് തേങ്ങയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. നമ്മുടെ കൂവക്കുറുക്ക് റെഡിയായി. നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂവക്കുറുക്ക്. അതാണ് നമ്മൾ രാവിലെ നമ്മുടെ പ്രഭാത ഭക്ഷണം എന്ന് പറയുന്നത് കൂവക്കുറുക്കാണ്. അപ്പോൾ കൂവക്കുറുക്ക് കഴിച്ചു. ഇത് ഇത്തിരി കൂടി നല്ല കട്ടിക്ക് എടുക്കുന്നവരുണ്ട്. എനിക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. അപ്പോൾ രാവിലെ തന്നെ ഡയറ്റിങ്ങിനൊക്കെ ഒത്തിരി നല്ല കേട്ടോ കൂവ കഴിക്കുന്നത്. ഒത്തിരി സ്കിന്നായാലും ഹെയറിനായാലും ഒക്കെ കൂവ നല്ലതാണ് ഒത്തിരി കഴിക്കുന്നത്. ദെൻ നമ്മൾ പുഴുക്കാണ്. പുഴുക്കിൽ എല്ലാം തന്നെയുണ്ട്. പുഴുക്കിൻ്റെ റെസിപ്പി കംപ്ലീറ്റ് വീഡിയോ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണണം, മറക്കരുത്. അപ്പോൾ പുഴുക്ക് ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ്. പുഴുക്ക് നമ്മൾ കഞ്ഞിയുടെ കൂടെ, ഗോതമ്പ് കഞ്ഞിയുടെ കൂടെയാണ് കഴിക്കുന്നത്. ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കി അതിൽ തേങ്ങയൊക്കെ ഇട്ട് അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് പുഴുക്ക് കഴിക്കുന്നത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, അപ്പോൾ ദിവസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ കഴിക്കാൻ കുഴപ്പമില്ല. പിന്നെ 12 മണിയായപ്പോൾ എനിക്ക് കുളിച്ചു. രാത്രി 12 മണി ഒരു ഉറക്കം കുളിച്ചതിന് ശേഷം എനിക്ക് കുളിച്ചു. ഇനി ഉറങ്ങാൻ പോവാണ്. ബൈ, ലവ് യു ഓൾ.